വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകണം. നമുക്ക് ആദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം. ചെന്താമര എന്ന വില്ലൻ, ചെന്താമര എന്ന ക്രൂരൻ, അയാളിപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് എന്നുള്ളതാണ്. ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 2 ദിവസത്തെ കസ്റ്റഡിയെങ്കിലും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം. ഈ പ്രദേശത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. നാളെ ആയിരിക്കും തെളിവെടുപ്പ് എന്നാണ് മനസ്സിലാകുന്നത്. ശക്തമായ സുരക്ഷാ വലയം വേണം. കാരണം ഒരു നാട് മുഴുവൻ ചെന്താമരയ്ക്കെതിരെ വലിയ രോഷത്തിലാണ്. സ്വാഭാവികമായും ഇയാളെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഉപദ്രവിക്കാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അത്രത്തോളം വലിയ രോഷം ഇയാൾക്കെതിരെ ആ പ്രദേശത്തുണ്ട്. അപ്പോൾ അതിന് ശക്തമായ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തും. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. അങ്ങനെ ആരെങ്കിലും ഈ പ്രതിയെ ഉപദ്രവിക്കാൻ വരികയോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം പോലീസിന് ഇപ്പോൾ വലിയ തലവേദനയാണ് ആ വിഷയങ്ങളൊക്കെ. ഇയാളെ പിടിക്കുക എന്നുള്ളതായിരുന്നു 2 ദിവസത്തെ തലവേദന എങ്കിൽ ഇപ്പോൾ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരിക എന്ന അന്വേഷണത്തിന്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതും തലവേദനയാകുന്ന പശ്ചാത്തലമുണ്ട് പോലീസിന്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, ഇന്ന് കസ്റ്റഡിക്കുള്ള അപേക്ഷ നൽകും. അത് കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത് നിയമപരമായ നിരവധി നടപടികളിലൊന്നാണ്. മറ്റെന്തൊക്കെയാണ് പോലീസിന്റെ നീക്കം? കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതും പ്രധാനമാണല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 2 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കസ്റ്റഡിക്കായുള്ള അപേക്ഷ നൽകുന്നത്. ഒപ്പം തന്നെ നാളെ ആയിരിക്കും തെളിവെടുപ്പെന്നാണ് ഈ പോലീസ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇത് ഒരു രഹസ്യമാക്കാനുള്ള നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഈ എത്ര കണ്ട് സുരക്ഷ ഉറപ്പാക്കിയാലും ഈ ബോയൻ കോളനി എന്ന് പറയുന്നത് വളരെയധികം വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ പോലീസിന് അവിടെ എത്ര ഈ പ്രതിയെ സംരക്ഷിക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് നാട്ടുകാരുടെ രോഷം അത് ഒരു തുള്ളി പോലും കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ രഹസ്യ നീക്കങ്ങൾ ആയിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിർദ്ദേശിച്ചിരുന്നത്. ഈ നാട്ടുകാരുടെ രോഷം കെട്ടടങ്ങിയതിന് ശേഷം മതി, അല്ലെങ്കിൽ അതീവ രഹസ്യമായിരിക്കണം എന്നതുൾപ്പെടെ അതൊക്കെ നാളെ അറിയാൻ കഴിയും. എന്തായാലും നാളെയോടുകൂടി തെളിവെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ വലയം ഒരുക്കിയിട്ടുണ്ട്. 100-ലധികം വനിതാ പോലീസുകാർ മാത്രമുണ്ട് നാളെ തെളിവെടുപ്പിനായി. ഒപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ സാധാരണ ഒരു തെളിവെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതിന് കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ, അല്ലെങ്കിൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായി ഈ പ്രതി അന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ മൊഴി നൽകിയിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ വിഷക്കുപ്പി പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു. വിഷം കഴിച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ വൈദ്യപരിശോധനയിൽ അടക്കം അത് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായി പോലീസിനെ അല്ലെങ്കിൽ കേസന്വേഷണത്തിനെ വഴിതെറ്റിക്കുന്ന തരത്തിലാണ് പ്രതി മൊഴി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് ഒരു തരി പോലും കുറ്റബോധമില്ലായിരുന്നു. അക്കാര്യം പോലീസ് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിക്ക് കുറ്റബോധമില്ല, അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്നതടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ കോടതിയിലെത്തിയ പ്രതി വളരെ വൈകാരികമായി, അല്ലെങ്കിൽ കോടതിയോട് ഏറ്റുപറയുന്ന രീതിയിലാണ് പിന്നീട് അവിടെ നിന്നും കോടതിയോട് സംസാരിച്ചത്. തെറ്റുപറ്റിപ്പോയി, എന്നെ 100 വർഷം വേണമെങ്കിലും ശിക്ഷിക്കൂ എന്ന കാര്യമാണ് പ്രതി പറഞ്ഞത്. അപ്പോൾ ഈ പ്രതിയുടെ പല ഘട്ടങ്ങളിലായി പ്രതി പറയുന്നത്, അല്ലെങ്കിൽ പ്രതിയുടെ പ്രവർത്തികൾ, ഇതൊന്നും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യത്തിൽ തന്നെ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന നീക്കമാണ് പോലീസിനുള്ളത്. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ രോഷം അത് കണക്കിലെടുത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതിയെ ആലത്തൂർ ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്.
മാറ്റിയത്. കാരണം ഈ നാട്ടുകാർ പ്രതിയെ പിടികൂടിയ സമയത്ത് വലിയ രീതിയിലുള്ള രോഷപ്രകടനം നടത്തിയിരുന്നു. ജയിലിലടക്കം പോയി പ്രതിയെ ആക്രമിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരായ നിരവധി പേരെ റിമാൻഡ് ചെയ്തിരുന്നു. അവരും ഈ പ്രതി ഉണ്ടായിരുന്ന ആലത്തൂർ ജയിലിൽ തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജയിലിൽ വെച്ച് പ്രതിക്കെതിരെ എന്തെങ്കിലും അക്രമം ഉണ്ടായാലോ എന്ന ഒരു ഭയത്തിൽ അല്ലെങ്കിൽ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് പിന്നെ വിയ്യൂരിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇനി നാട്ടിലേക്ക് ആ ഘട്ടത്തിലൊക്കെ ഈ തിരച്ചിലിന്റെ ഘട്ടത്തിലും ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയുടെ വീടിന്റെ സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ പിന്നീട് നാട്ടുകാരെ വഴിതെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാർ ഈ പ്രതിയെ കൈകളിൽ കിട്ടിയാൽ നാട്ടുകാർ ശരിയാക്കും, അതുകൊണ്ട് തന്നെ നാട്ടുകാരെ അവിടുന്ന് സ്ഥലത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയാണ് മാട്ടായിൽ നിന്നും പ്രതിയെ കണ്ടെത്തി എന്ന തരത്തിൽ പോലീസ് പറഞ്ഞത്. അതിനുശേഷം മാട്ടായിലേക്ക് തിരയാനായി നാട്ടുകാർ പോകുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഈ പ്രതിയുമായി ജീപ്പിൽ കടന്നു കളഞ്ഞത്. അപ്പോൾ ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ പ്രതിയുമായി ഇനി ഈ നാട്ടിലേക്ക് തെളിവെടുപ്പിന് വരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന രോഷപ്രകടനങ്ങൾ അത് എത്ര കണ്ട് വലിയതായിരിക്കുമെന്ന് പോലീസിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ സുരക്ഷ സജ്ജമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. നാളെ തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഷംന, ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ, പോലീസിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. കാരണം നേരത്തെ ഷംന പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദൃക്സാക്ഷികളൊന്നുമില്ല ഈ കൊലപാതകത്തിൽ. ദൃക്സാക്ഷിയില്ലാത്തൊരു കേസ് തെളിയിക്കുക എന്നത് പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. അത് അത്തരത്തിൽ തെളിയിക്കേണ്ടി വരും. മറ്റൊന്ന്, ഇത്തരം കേസുകളിൽ നമ്മൾ ഈ മീഡിയ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ ഹൈപ്പ് ഈ കേസുകൾക്കുണ്ട് എങ്കിൽ പോലും ഇതിന് വളരെ പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ തെളിവുകൾ അനിവാര്യമാണ്. അതിന് ഒരുപക്ഷെ നാട്ടുകാരുടെയൊക്കെ മൊഴി ഉണ്ടാകാം, ബന്ധുക്കളുടെയൊക്കെ മൊഴി ഉണ്ടാകാം, ഇയാൾ പലതവണ നടത്തിയ ഭീഷണികൾ ഉണ്ടാവാം. അതിനപ്പുറത്ത് പോലീസ് ഏതൊക്കെ തരത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കാര്യക്ഷമമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇയാൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ നേരത്തെ നാട്ടുകാരൊക്കെ ഭയപ്പെടുന്നത് പോലെ ഇനിയും പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇയാൾ വിലസുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനെന്തൊക്കെയാണ് പോലീസിന്റെ നടപടികൾ? രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ വെട്ടുകത്തി പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ ഫോറൻസിക് പരിശോധന, വിരലടയാള പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയായിരിക്കും എന്തായാലും പ്രതിയെ ഹാജരാക്കുക. ഒപ്പം തന്നെ ഈ പ്രതി പലപ്പോഴായി നാട്ടുകാർക്ക് നേരെ വധഭീഷണി മുഴക്കിയിരുന്നു. അതെല്ലാം നാട്ടുകാർ സമ്മതിച്ചതുമാണ്. അപ്പോഴും പോലീസിന്റെ ഭാഗത്തുള്ള ഒരു വെല്ലുവിളി, ഈ നാട്ടുകാർ പലതവണയായി പോലീസിന് പരാതി നൽകിയിട്ടും പോലീസ് ഗൗരവത്തിൽ എടുത്തില്ല. അത് പോലീസിന് വലിയൊരു വെല്ലുവിളിയാകുമെന്നത് തീർച്ചയാണ്. കാരണം ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളടക്കം ആദ്യഘട്ടത്തിൽ പരാതി നൽകുന്നു. അതിനുശേഷം ഈ നാട്ടുകാരായ എല്ലാവരും ചേർന്ന് ഒപ്പുവെച്ച് നേരിട്ട് എത്തി പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ പോലീസ് പറഞ്ഞത് കോടതി ജാമ്യം നൽകിയ പ്രതിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതല്ലെങ്കിൽ വധഭീഷണി മുഴക്കിയിട്ടല്ലേ, ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആക്രമിച്ചിട്ടില്ലല്ലോ എന്ന തരത്തിലാണ് പോലീസ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നാട്ടുകാർ ഇപ്പോഴും ആരോപിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പലപ്പോഴായി പരാതി കൊടുത്തു, ഒരു തവണയെങ്കിലും പോലീസ് ഇവിടെ വന്നൊന്ന് നോക്കിയിരുന്നെങ്കിൽ, ഈ പ്രദേശത്തൊന്ന് വന്ന് നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രതിയുടെ വീടിന് മുമ്പിൽ കാവലിരിക്കുന്നത് ഒരു തവണയെങ്കിലും തങ്ങൾ പരാതി നൽകിയ ഘട്ടത്തിൽ ഈ സുധാകരന്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആ നാടിനോ സംരക്ഷണം ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഈ ഇരട്ടക്കൊല അവിടെ സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും ഈ കൊലപാതകം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അങ്ങനെ ഈ നാട്ടുകാർക്ക് പ്രതിയോട് എത്ര കണ്ട് രോഷമുണ്ടോ അതുപോലെ തന്നെ പോലീസിനെതിരെയും നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള രോഷമുണ്ട്. അത് ഈ പല ഘട്ടത്തിലായി പോലീസിനെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഈ തിരച്ചിലിന്റെ ഘട്ടം മുതൽ തന്നെ ഈ നാട്ടുകാർ പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രദേശം വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് ഈ പ്രതി. ഈ നെന്മാറ, പോത്തുണ്ടി മേഖലകൾ, ഒപ്പം തന്നെ ഈ നെല്ലിയാമ്പതി മലയിടുക്കുകളൊക്കെ വളരെ കൃത്യമായി അറിയാവുന്നതാണ് പ്രതിക്ക്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ മേഖലകളിലേക്ക് പോയി തിരയുക എന്നത് കുറച്ച് ദുഷ്കരമായിരുന്നു. ആ സാഹചര്യത്തിലാണ് നാട്ടുകാർ ഉൾപ്പെടെ വളരെ സജീവമായി തന്നെ ഒരു ജനകീയ തെരച്ചിലിനായി ഇറങ്ങിയത്. അത് പ്രതിയെ കണ്ടെത്താനും പോലീസിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നാട്ടുകാർ പറയുന്നത് പോലീസ് ഇനി എങ്ങനെയായിരിക്കും ഈ പ്രതിയെ
കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ പോലീസിൽ അത്ര കണ്ട് അവർക്ക് വിശ്വാസമില്ല. കാരണം 2019 ഈ സുധാകരന്റെ ഭാര്യയെ സജിതയെ കൊന്ന കേസിലാണ് പ്രതി ജയിലിൽ പോകുന്നത്. ആ കേസിൽ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ 2 ഇരട്ട കൊലപാതകം ചെയ്ത ഈ പ്രതിയുടെ ഇത്തരം കാര്യങ്ങൾ വിചാരണ മറ്റ് നടപടികളൊക്കെ ഇതുപോലെ നീണ്ടു പോകാൻ കാരണം 5 വർഷമായിട്ടും ഒരു കൊലപാതക കേസിൽ വിചാരണ നടന്നിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാൻ വളരെ ലാഗായി തന്നെ അതാണ് സാഹചര്യം. ചെന്താമരയെ കസ്റ്റഡിയിൽ പോലീസ് ഇന്ന് വാങ്ങിയേക്കും. നാളെ തെളിവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.